വയനാട്ടിലെ ആളക്കൊല്ലി മോഴയാനയെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനുള്ള ദൗത്യം 4ാം ദിവസവും ഇപ്പോഴും തുടരുകയാണ്. ആന ഇരുമ്പ് പാലം ഭാഗത്ത് നിന്ന് മണ്ണുണ്ടിയിലേക്ക് നീങ്ങിയതായാണ് ഒടുവിലത്തെ സിഗ്നൽ വിവരം. ആനയെ പിടികൂടാത്തതിനെതിരെ കാട്ടിക്കുളത്ത് വലിയ പ്രതിഷേധവും രൂപപ്പെട്ടു. കർഷക സമരം സിന്ദാബാദ്, കർഷക ഐക്യം സിന്ദാബാദ്, കർഷക ഹർത്താൽ സിന്ദാബാദ്, പ്രതിഷേധം 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 പ്രതിഷേധം. വയ്യാതായി വയനാട്ടിൽ, വയ്യാതായി വയനാട്ടിൽ, നാട് ഭരിക്കും തന്ത്രാക്കന്മാർ. പ്രതിഷേധമുണ്ടായി കാട്ടിക്കുളത്ത് നിന്ന് അരുൺ അമർനാഥും ഒപ്പം ഫെലിക്സുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഫെലിക്സിലേക്ക്. ഫെലിക്സ്, വലിയ പ്രതിഷേധം കാട്ടിക്കുളത്ത് ഉൾപ്പെടെ രൂപപ്പെടുന്നു. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ദൗത്യം അത് വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നത് വളരെ പ്രധാനമാകുന്നു. ദൗത്യത്തിന്റെ പുരോഗതി എന്താണ്? രതീഷ്, തീവ്ര ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് 4ാം ദിവസമാണ്. 4ാം ദിവസത്തേക്ക് അടുക്കുമ്പോൾ ഈ ആനയെ എത്രയും വേഗം മയക്കുവെടി വെച്ച് പിടികൂടേണ്ടുള്ളൂ അതിൻ്റെ ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ വെല്ലുവിളികൾ നിരവധിയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ വനത്തിനുള്ളിൽ തന്നെയാണ് ആനയുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ആന നീങ്ങുന്നു. അങ്ങനെ പലയിടങ്ങളിലേക്ക് ആന നിമിഷങ്ങൾക്കകം നീങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി.